ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിന്റെ തട്ടാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഈ ബുക്ക് ഒന്ന് മാറ്റുവാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിന്റെ തട്ടല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കട്ടിയുള്ള ഒരു കടലാസ് ആണെങ്കിലും മതിയേ. ആദ്യമേ ഞാനിത് രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഇതിന്റെ വീതി അങ്ങ് ഫുൾ എടുക്കുവാണ്. ഇതിപ്പോ 8 ഇഞ്ച് ഉണ്ട്. ഇനി ഞാൻ ഇതിൽ ഒരു 4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഈ 4 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് 3 പീസ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ 4 ഇഞ്ചിൽ 3 പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു ഷീറ്റിൽ മാത്രം ഒരു 2.5 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഭാഗത്തും മാർക്ക് ചെയ്യാം, സെയിം ഈ ഭാഗത്തും മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതിപ്പോ ടോട്ടൽ 8 ഇഞ്ച് അല്ലേ, അപ്പോൾ ഇതിന്റെ സെന്റർ 4 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് കട്ട് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് 1.5 ഇഞ്ച് വീതിക്ക് 2 പീസും കൂടി ആവശ്യമാണ്. അതാ ഇങ്ങനത്തെ 2 പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു തുണി എടുക്കുക. അപ്പൊ ഞാനൊരു കോട്ടൺ ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത്. അതിന്റെ ഉൾവശം ഇങ്ങനെ നിർത്തി വെക്കുക. നമുക്ക് ആദ്യമേ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തില്ലേ, അത് ഇതിന്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒന്ന് വെക്കുക. അത് കഴിഞ്ഞിട്ട് 1.5 ഇഞ്ച് കട്ട് ചെയ്തത്, പിന്നെ 4 ഇഞ്ചിൽ കട്ട് ചെയ്തത്, വീണ്ടും 1.5 ഇഞ്ചിൽ കട്ട് ചെയ്തത്, 4 ഇഞ്ചിൽ കട്ട് ചെയ്തത്. അപ്പൊ ഞാനിവിടെ കുറച്ച് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫ്രണ്ടിലെ ആ കവറൊക്കെ പോയി. കാര്യം ലോക്ക്ഡൌൺ ആണല്ലോ, കുട്ടികളൊക്കെ ഇതുകൊണ്ട് കളിച്ച് അതൊക്കെ ആകെ നശിപ്പിച്ച് വെച്ചേക്കുക. നമുക്ക് ജസ്റ്റ് കുറച്ച് പശ ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് ഇതിന്റെ മീതെ ഒന്ന് വെക്കാം. അപ്പോൾ ഇതുപോലെ ഒന്നെല്ലാം ഒട്ടിച്ചെടുക്കുക. ലെവല് കറക്റ്റ് ആയിരിക്കണം. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പും ഇങ്ങനെ ഒന്ന് കൊടുക്കണം. അപ്പൊ ജസ്റ്റ് നമ്മൾ ഈ പേപ്പർ തുണിയിലൊന്ന് ഒട്ടിച്ചെടുത്തു. ഇനി ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും 1/2 ഇഞ്ച് വെക്കാം. 1/2 ഇഞ്ചോ 1 ഇഞ്ചോ വെക്കാം. ഇനി സെയിം ഈ തുണിയുടെ കറക്റ്റ് അളവില് ഒരു തുണിയും കൂടെ. അതാ തുണിയുടെ അളവില് നമ്മൾ ഒരു തുണിയും കൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സംഭവം ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ മടക്കി വെച്ച് നമുക്കിതിൻ്റെ അരികൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് എല്ലാ ഭാഗത്തും മടക്കി ഒന്ന് അടിച്ചെടുത്തു. ഇനി ഈ തുണി ഇതിൻ്റെ മീതെ ഇങ്ങനെ ഇട്ടിട്ട് ഇതും ഇങ്ങനെ മടക്കി ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം.
അപ്പം നമ്മൾ ഇതിങ്ങനെ ഒന്ന് ഇവിടെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിന്റെ ഉൾഭാഗം ഇതാണ് ഇതിന്റെ നല്ല വശം. ഇനി നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ പേപ്പർ ഇങ്ങനെ ചെയ്തില്ലേ, ആ പേപ്പറിന്റെ ഓരോ ഒടിവിലും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ഓരോ സ്ഥലത്തായിട്ട് ഞാനിങ്ങനെ ഒന്ന് മാർക്കിങ് ചെയ്ത് കൊടുത്തു. നമ്മൾ അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ സംഭവം എന്താ പറയുക, ഒരു പേഴ്സാണ്. കണ്ടോ, ഒരു പേഴ്സാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഒരു കറുത്ത തുണി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഓരോ പ്ലാക്കറ്റായിട്ട് വെക്കുവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓരോരോ റാക്കായിട്ട് നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. അപ്പം ഞാനൊരു കറുപ്പ് തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഈ പോയിന്റിൽ വെച്ചിട്ട് താഴത്തേക്ക് ഇത്രയും ലെങ്ത്തിൽ ഒരു തുണി, പിന്നീട് അതിലും കുറച്ച് ലെങ്ത്തിൽ അടുത്ത തുണി, അതിലും കുറച്ചിട്ട് ഒരു തുണി. അപ്പോൾ നമ്മളിങ്ങനെ 3 റാക്കായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ ഓരോ റാക്കിൻ്റെയും ഈ മുകൾ ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാത്തിൻ്റെയും മുകൾ ഭാഗം ഞാൻ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ആദ്യമേ നമുക്ക് വലിയ തുണി വെക്കാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ തുണി വെച്ചു, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ചെറിയ തുണി. ഇനി നമുക്ക് ഈ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സെയിം ഈ സൈഡും. ഇനി ഈ തുണി നമുക്ക് ഈ രണ്ടാമത്തെ സെക്ഷനിൽ, അതായത് ഈ ഭാഗത്താണ് നമ്മൾ വെക്കേണ്ടത്. അതിങ്ങനെ വെക്കുക. ഈ മാർക്കിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി വേണം ഇങ്ങനെ വെക്കുവാനായിട്ട്. ഇവിടെ വെക്കുമ്പോൾ ഈ സൈഡ് വശം ഒന്ന് മടക്കി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോഴും ഇതിങ്ങനെ മടക്കി ഈ പോയിന്റില്ലേ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു. ഓരോ റാക്കായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒരു ജസ്റ്റ് ഒരു മാർക്കിങ് കൊടുത്തിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ATM കാർഡൊക്കെ കറക്റ്റ് ഈ ഒരു ഗ്യാപ്പിൽ വെക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ സെൻറ്ററിലും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ റാക്കായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ATM കാർഡൊക്കെ വെക്കാം, അതുപോലെ ആധാർ കാർഡ്, ഏത് കാർഡ് വേണമെങ്കിലും വെക്കാം. സെയിം ഞാൻ ഇവിടെയും ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തു. ഇങ്ങനെ ഇവിടെ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ഇത് വരുവാനായിട്ട്. നമ്മളിതിൽ പൈസ വെക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇവിടെ ഒരു ഹോളായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ, ഈ ഒരു ലെങ്ത്തിൽ, അതായത് ഇവിടുത്തെ വീതി 1.5 ഇഞ്ച് വീതിയാണ്. നമുക്ക് 2 ഇഞ്ച് വീതിക്ക് ഞാൻ ദേ തുണി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലെങ്ത്ത് വേണ്ടത് 4.5 ഇഞ്ച്. അപ്പോൾ 2 തുണി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് 2 ഭാഗവും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഈ തുണി ഈ ഗ്യാപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല വശമാണ്, നല്ല വശം വേണം ഇങ്ങനെ വെക്കുവാനായിട്ട്. ഇനി ഈ ഭാഗമില്ലേ, നമ്മൾ ഓൾറെഡി ഈ 3 ഭാഗവും ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഈ ഭാഗം ഫിനിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു 1/4 ഇഞ്ച് മടക്കി വേണം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുവാനായിട്ട്. ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. നമ്മൾ ഈ ഗ്യാപ്പിൽ ഇതിങ്ങനെ വരുമ്പോൾ കണ്ടോ, ഇവിടെ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. നല്ല ഭാഗമാണ് ഈ ഗ്യാപ്പിൽ വരേണ്ടത്. അപ്പോൾ ഞാൻ ഈ തുണി ഈ 2 ഭാഗത്തും ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഈ ഭാഗമാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. ഇനി തൊട്ടിപ്പുറത്ത് ഈ ഭാഗവും സെയിം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തു, അടിഭാഗം സ്റ്റിച്ച് ചെയ്തു, സെയിം നമ്മൾ ഇവിടെയും സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2 ഭാഗങ്ങൾ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഭാഗവും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു, സെയിം ഇവിടെയും ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളുടെ പേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സിൽ ഞാനിവിടെ ഒരു ഷോ ബട്ടൺ വെച്ചു. പിന്നെ ഉള്ളിൽ ഞാനിപ്പോൾ പ്രസ് ബട്ടൺ ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റും, എന്നിട്ട് ഇതിങ്ങനെ തുറക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഉള്ളിൽ കുറേ റാക്ക് ഉണ്ട്. നമുക്കിതിൽ ATM കാർഡ്, പിൻ കാർഡ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഏത് കാർഡ് വേണമെങ്കിലും ഈ ഓരോ ഗ്യാപ്പിൽ വെക്കാം. പൈസയാണെങ്കിലും നമുക്ക് ഇവിടെ ഇങ്ങനെ പൈസ വെക്കാം, ഇവിടെ മൊബൈൽ ഫോൺ വെക്കാം, ഇവിടെയൊക്കെ ചില്ലറ പൈസ ഇടാം. അപ്പോൾ മൊബൈൽ ഫോൺ സ്ക്രാച്ച് ആവുന്നോട് നമുക്ക് പേടിക്കേണ്ട. അപ്പോൾ ഉള്ളിൽ നമ്മൾ സെക്യൂർ ആയിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടി ഒന്നും പൈസയും ഫോണൊന്നും പോവില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.